നമസ്കാരം, സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറ്റവും മുഴങ്ങി നിൽക്കുന്നത് മതരാഷ്ട്രീയ വർഗീയ വിഷയങ്ങളാണ്. കോൺഗ്രസിൻ്റെ മതേതര മുഖം നഷ്ടമായെന്നാണ് CPIMൻ്റെ വിമർശനം. 5 പതിറ്റാണ്ടോളമായി ഒപ്പമുള്ള ഘടകകക്ഷിയായ ലീഗിൻ്റെ അധ്യക്ഷനെ കാണാൻ കോൺഗ്രസ് നേതാക്കൾ പോയതാണ് കോൺഗ്രസ് വർഗീയമായി മാറുന്നു എന്നാരോപിക്കാൻ CPM കണ്ടെത്തുന്ന ന്യായം. മുസ്ലിം ലീഗാണ് UDFിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന പ്രചാരണം കാര്യമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സർക്കാർ തന്നെ ആളുകൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്നു എന്ന ഗൗരവതരമായ വിമർശനമാണ് കോൺഗ്രസ് തിരിച്ചുന്നയിച്ചത്. വായ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ആളായി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി തരം താണുവെന്നും രമേശ് ചെന്നിത്തല ഇന്ന് കുറ്റപ്പെടുത്തി. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരുടെ മതേതര മുഖമാണ് തകരുന്നത്? ഫസ്റ്റ് ഡിബേറ്റ് തുടങ്ങുന്നു. ചോദ്യങ്ങൾ ഇതാണ്: വോട്ടംഗത്തിൽ മതേതര മുഖം നഷ്ടമായത് ആർക്ക്? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ CPM വിമർശിക്കപ്പെടുന്നത് പോലെ വർഗീയത പയറ്റുന്നുണ്ടോ? വിജയരാഘവൻ അതിരുവിടുന്നുവെന്ന വിമർശനത്തിന് എത്രയുണ്ട് കാതൽ? CPMൻ്റെ ലീഗ് വിമർശനത്തിൽ ചരിത്രപരമായ പരിശോധനയിൽ കൂടി എത്ര യുക്തിയുണ്ട്? തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിതയ്ക്കുന്ന വിദ്വേഷ വിത്തുകളൊക്കെ വോട്ടാകുമോ? നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ V. ശിവദാസൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, TN പ്രതാപൻ MP കോൺഗ്രസിൽ നിന്ന്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ നിന്ന്, ഡോക്ടർ ആസാദ് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ V. ശിവദാസൻ, തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദീർഘകാലമായുള്ള സഖ്യകക്ഷി നേതാവിനെ കാണാൻ അവരുടെ വീട്ടിൽ പോയി സീറ്റ് ചർച്ചകൾ നടത്തുന്നത് പ്രത്യേക അജണ്ട മുൻനിർത്തിയാണെന്നും അത് മതരാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമാണെന്നും വർഗീയ ചർച്ചകളുടെ ഭാഗമാണെന്നും വിമർശിക്കുന്നത്, അത് പ്രശ്നമാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇന്ന് കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ആ കോൺഗ്രസിനെ മുസ്ലിം ലീഗ് പൂർണ്ണാർത്ഥത്തിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനം പൊതുസമൂഹത്തിൽ ശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം, അതിൽ പല ആളുകളുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തിന് KPCCയുടെ പ്രസിഡന്റ് പോലും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ, ഈ നമ്മുടെ മാധ്യമം ചാനലിൻ്റെ ഉടമകൾ, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയുമായോ മതരാഷ്ട്രവാദം ഉയർത്തുന്ന പാർട്ടികളുമായോ സഖ്യമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് മതരാഷ്ട്രവാദികളുമായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തിൻ്റെ ഭാഗമായി പല പഞ്ചായത്തുകളിലും ഇപ്പോഴും ആ മുന്നണി SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരെല്ലാമായി ചേർന്നുകൊണ്ടുള്ള മുന്നണിയുടെ ഭരണം തന്നെ ചിലയിടത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷ രാഷ്ട്രീയമൊക്കെ പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്നു. മുസ്ലിം ലീഗ് സമുദായ പാർട്ടികളുമായി വർഗീയ പാർട്ടികളുമായി പിണച്ചുണ്ടാക്കുന്ന ഇന്നലകളിലെ കൂട്ടുകെട്ട്, കോൺഗ്രസ് കൂടി ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. ഓർമ്മിക്കുന്നുണ്ടാവും, വടകരയിൽ BJPയും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയത് 1991 തിരഞ്ഞെടുപ്പിൽ. ബേപ്പൂരിൽ അതുപോലെ മാധവൻകുട്ടി മത്സരിക്കുന്നതും രത്നസിംഗ് വടകരയിൽ മത്സരിക്കുന്നതുമായിട്ടുള്ള അനുഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രത്നസിംഗിനെ അവിടെ വടകരയിൽ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കഥയും ബേപ്പൂരിലെ കോൺഗ്രസ് BJP ലീഗ് കൂട്ടുകെട്ടും ഈ ഘട്ടത്തിൽ അത്യാവശ്യവും അനിവാര്യവുമാണെന്ന് UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിട്ടുള്ള മികച്ച വിജയമുണ്ട്. ആ മികച്ച വിജയം കേരളത്തിലെ ഭരണ തുടർച്ചയുടെ സൂചനയാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ച അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകണമെന്ന് കോൺഗ്രസ് ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടരുത് എന്നുള്ള കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് നിരാകരിച്ചുകൊണ്ട് ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം സംഘടിപ്പിക്കുന്ന പരിപാടികളുടെയൊക്കെ ഭാഗമായി നിൽക്കുകയാണ് കോൺഗ്രസ്. വ്യക്തത വരുത്തൂ. ഈ മുസ്ലിം ലീഗ് അടിസ്ഥാനപരമായി തന്നെ വർഗീയ പാർട്ടിയാണ് എന്ന നിലപാടാണോ ഉള്ളത്? അതോ മുസ്ലിം ലീഗ് ഈ സമീപകാലത്ത് വെൽഫെയർ പാർട്ടി അടക്കമുള്ള കക്ഷികളുമായി നീക്കുപോക്കുണ്ടാക്കിയതിൻ്റെ പേരിലാണോ നിങ്ങൾ അവരെ വിമർശിക്കുന്നത്? നിലവിൽ വെൽഫെയർ പാർട്ടിയും UDFും തമ്മിൽ ഏതെങ്കിലും ബാന്ധവുമില്ല, ആ ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിയുകയും നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അവർക്കിടയിൽ ബന്ധങ്ങളില്ല എന്ന് നമുക്കറിയാം. പോട്ടെ, മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ പ്രശ്നം മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുന്നു എന്നതുകൊണ്ടാണോ, അതോ അടിസ്ഥാനപരമായി തന്നെ മുസ്ലിം ലീഗിനോട് അതൊരു വർഗീയ പാർട്ടിയാണെന്ന സമീപനമാണുള്ളത്, വിയോജിപ്പാണുള്ളത്? എന്താണ് CPMൻ്റെ അക്കാര്യത്തിലുള്ള നയം?
നിഷാദ് വെൽഫെയർ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, എന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതുപോലെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ. ലീഗും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഇപ്പോഴൊരു ബന്ധമില്ലാന്ന്. അത് RSSും ലീഗും തമ്മിൽ കൂട്ടുകൂടിയിട്ടില്ലെന്ന്, RSSും കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവർ പറയുന്നത് പോലുള്ളൊരു വാദം മാത്രമാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കിയിട്ടുള്ള പരസ്യമായിട്ടുള്ള സഖ്യം ഈ നാടാകെ കണ്ടിട്ടുള്ളതാണ്. അതൊരു നിൽക്കുകയാണ്. ശിവദാസൻ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെന്തായാലും ഒരു അലയൻസിനില്ല എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും വെൽഫെയർ പാർട്ടിയുമായി പലയിടത്തും തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സഖ്യമുണ്ടായിരുന്നു, ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കണക്കുകളും വിവരങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അത് ആവർത്തിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ നിങ്ങൾ പക്ഷേ ഇപ്പോൾ ഒഴിഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ നിഷ്കളങ്കരാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കുന്നില്ല എന്നാണ് അവരുടെ വാദം. പോട്ടെ, ഇപ്പോൾ ഉണ്ട്, സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് ലീഗിനോടുള്ള നിങ്ങളുടെ അടിസ്ഥാന സമീപനം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കി അങ്ങനെ പൊല്യൂട്ടഡായി എന്നതാണോ, അതോ ജന്മനാ തന്നെ വർഗീയമാണ് മുസ്ലിം ലീഗ് എന്ന സമീപനം നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു വ്യക്തത വരുത്തൂ. കൃത്യമായി വ്യക്തത വരുത്താൻ ഒരു പ്രയാസവുമില്ല. മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തുന്ന, ഇടപെടൽ നടത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം വർഗീയമായിട്ടുള്ള സ്വഭാവമാണ്. രാഷ്ട്രീയത്തിൽ മതവും മതത്തിൽ രാഷ്ട്രീയവും ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് മതനിരപേക്ഷവാദികൾ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് ശ്രീ ശിവദാസൻ, ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ മുസ്ലിം ലീഗുമായി ഒരു ബാന്ധവും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി പറയുമോ? ഞാൻ അതാണല്ലോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. മുസ്ലിം ലീഗിനോടുള്ള സമീപനം, മതരാഷ്ട്രവാദികൾ മതത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടിക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ സ്വഭാവം എന്നുള്ളത് ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് തോന്നാവുന്നതാണെങ്കിലും, എന്നാൽ ഇന്നത്തെ മുസ്ലിം ലീഗിനെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന കാര്യം, മതത്തെ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഉപയോഗപ്പെടുത്തുന്നു. ആ ഉപയോഗപ്പെടുത്തുന്നത് ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭൂരിപക്ഷ വർഗീയത സമൂഹത്തിൽ രൂപപ്പെടുത്തുന്നതിനും RSSനെ ശക്തിപ്പെടുത്തുന്നതിനും മാത്രം വഴിവെക്കുന്ന ഒന്നാണ്. സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭ മുതൽ അല്ലെങ്കിൽ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ നിങ്ങൾക്ക് ലീഗുമായി പലയിടത്തും ബന്ധമുണ്ട്. ഇപ്പോൾ മാത്രമാണ് ലീഗ് മാറിയതെന്ന് പറഞ്ഞാൽ ലീഗിന്റെ ഭരണഘടനയിലും പരിപാടിയിലും ഇപ്പോൾ മതരാഷ്ട്രവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും മാറ്റം വരുത്തിയതായി എനിക്കറിയില്ല. തുടക്കം മുതൽ ആ പാർട്ടി തുടരുന്നത് ഒരേ സമീപനമാണ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വിപ്രതിപത്തി തോന്നാൻ മാത്രം അവരുടെ ഭരണഘടനയിലോ സമീപനത്തിലോ വല്ലോ മാറ്റവും വരുത്തിയോ? പോട്ടെ, നിങ്ങൾ ഇപ്പോഴും തമിഴ്നാട്ടിലടക്കം എന്താണ് ആ മുന്നണി പാർട്ടി കൂടിയുള്ള ഒരു മുന്നണിക്കകത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു അസ്പൃശ്യതയും ഒരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. ഞാൻ പൂരിപ്പിക്കാമല്ലോ നിഷാദ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇന്ന് RSSൻ്റെ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ പല ആളുകളോടും കൈചേർത്ത് പിടിക്കാറുണ്ട്. ആ പ്രത്യേക മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയിൽ നമ്മളെടുത്ത സമീപനമായിരിക്കില്ലല്ലോ പിന്നീടൊരു ഘട്ടത്തിൽ നമ്മളെടുത്തിട്ടുണ്ടാകുക. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒന്നടങ്കം ജയിലിലടച്ചിട്ടുള്ള ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തിലെടുത്തിട്ടുള്ള സമീപനം പിന്നീട് വന്നിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാറിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് അത് മതത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടിക്കുക എന്നുള്ളതാണ്. അതിനോട് തുടക്കം മുതലേ മുസ്ലിം ലീഗിനുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ തുടക്കം മുതലേ മുസ്ലിം ലീഗിനുള്ളതല്ലേ? പക്ഷെ മുസ്ലിം ലീഗുമായി നിങ്ങൾ ബന്ധമുണ്ടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ബന്ധമുണ്ടാക്കിയതിനെ കുറിച്ച് EMSന്റെ കാലം മുതലേ ഇങ്ങോട്ടുണ്ട്. EMSന്റെ സമ്പൂർണ്ണ കൃതികളിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെയും എൻ്റെയും മുൻപിലുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ചരിത്രരേഖയാണ്. നോക്കൂ, കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് നോക്കൂ, ഇവിടെ CAA സമരത്തിന് ഈ എക്സ്ട്രീമിസ്റ്റുകളെ കൂടെ കൂട്ടില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ഫാസിസത്തിനെതിരായിട്ടല്ല, എന്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണെങ്കിലും നയപരമായി നിങ്ങളുമായി ഒക്കാത്തവരെ കൂടെ കൂട്ടില്ല എന്നാണ് നിങ്ങളുടെ ഇവിടെ എടുത്ത നിലപാട്. തമിഴ്നാട്ടിൽ പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതോ ഈ പറഞ്ഞ ലീഗുമായിട്ട്? നിഷാദ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചോദ്യം ഉത്തരവും തമ്മിൽ ഈ ചോദ്യം ഉത്തരമേൽ നീണ്ടുപോകുകയും ഉത്തരം പറയാൻ അനുവദിക്കുന്ന സമയം അത്രമേൽ ചെറുതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഈ ചർച്ചയിൽ കാണുകയാണ്. അപ്പോൾ ഉത്തരം പറയാൻ അങ്ങ് ചോദ്യത്തിന് വേണ്ടി നീക്കി വെക്കുന്ന സമയത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും അനുവദിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ പൂരിപ്പിക്കുന്ന കാര്യം എന്താണ്, EMS തന്നെ മുസ്ലിം ലീഗിനോട് എടുത്തിട്ടുള്ള സമീപനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കൽ വളരെ മുൻപ് തന്നെ നടത്തിയിട്ടുള്ളതാണ്. അത് കേരളത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി
നാം എന്തു ചെയ്യണം? ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അവരെ ഈ മുസ്ലിം ലീഗിൻ്റെ പിന്നിലേക്ക് അവർ അണിനിരന്നു പോയാൽ അത് അപകടകരമാണ് എന്ന് EMS തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ അവിടത്തേക്ക് വീണ്ടും ഞാൻ പോകല്ലേ. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം മറ്റൊക്കെ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇടതുപക്ഷ മുന്നണി എന്ന സംവിധാനം പ്രവർത്തിക്കുന്ന, ജനാധിപത്യ മുന്നണി എന്നുള്ള സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമല്ല. തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ പാർട്ടിയുടെ DMKയുടെ മുന്നണിയിലാണ്, DMK ചേരുകയാണ്. കേരളത്തിന് വെളിയിൽ പലയിടങ്ങളിൽ ലീഗ് എന്ത് സമീപനം എടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ലോ കേരളത്തിലെ ചർച്ചയാണല്ലോ. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണ്? വിജയരാഘവൻ്റെ നിങ്ങൾ എഴുതി കാണിച്ചല്ലോ. വിജയരാഘവൻ എടുത്തിട്ടുള്ള സമീപനത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കുന്നതാണല്ലോ. CPM വർഗീയത ഭയറ്റുന്നുണ്ടോ എന്നൊക്കെയാണല്ലോ നിങ്ങൾ ഇപ്പോൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM വർഗീയതക്കെതിരായി സന്ധിയില്ലാതെ ഇന്ത്യയിൽ സമരം ചെയ്യുന്ന പാർട്ടിയാണ്. ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എന്താണ്? ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിനെ നിയന്ത്രിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വർഗീയ ചിദ്രശക്തികളായിട്ടുള്ള വെൽഫെയർ പാർട്ടി, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള മറ്റ് സംഘടനകൾ ഒക്കെയായി കൂട്ടിച്ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ഭരണത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള പ്രഖ്യാപിത നിലപാടുമായിട്ട് പോവുകയാണ്. അതിൽ RSSൻ്റെ ഉൾപ്പെടെ സഹായം ഇവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPI എനിക്ക് തോന്നുന്നു കേവലാരോപണങ്ങൾ വേണ്ട എന്ന് തോന്നുന്നു. മുസ്ലിം ലീഗാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി എന്ത് വിവരം നിങ്ങളുടെ കയ്യിലുണ്ട്? നോക്കൂ, നിങ്ങളുടെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് CPI. ആ CPI മുസ്ലിം ലീഗുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ് വലിയ കക്ഷി, ഏതാണ് ബേസ് ഉള്ള കക്ഷി എന്ന് നമുക്കറിയാം. 19 സീറ്റിലാണ് അവരും ഇവരും ജയിക്കുന്നത്. പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, പാർലമെന്റിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് മുസ്ലിം ലീഗിനുണ്ട് 19 സീറ്റ്, 24 നിയമസഭാ മണ്ഡലത്തിലെ മത്സരിക്കുന്നുള്ളൂ, 2 പാർലമെന്റ് സീറ്റേ കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ള CPIക്ക് 27 സീറ്റ് അലോട്ട് ചെയ്യുന്നുണ്ട്, 4 പാർലമെന്റ് സീറ്റ് കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏതാണ് ഘടകകക്ഷി നിയന്ത്രിക്കുന്ന പാർട്ടി അങ്ങനെ നോക്കിയാൽ? അപ്പോൾ അത് നോക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ലീഗാണ് സർവാധിപത്യം എടുക്കാൻ പോകുന്നത്, ലീഗാണ് അവിടെ വലിയ കക്ഷിയായി പോകുന്നത്. സത്യത്തിൽ നോക്കൂ, അവരുടെ സ്ട്രെങ്ത്തും അവരുടെ പാർലമെന്ററി പെർഫോമൻസും വെച്ച് നോക്കിയിട്ട് ആരാണ് കൂടുതൽ ചോദിച്ചത്? എന്ത് അടിസ്ഥാനത്തിലാണ് ലീഗ് നിയന്ത്രിക്കുന്നു എന്ന ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നത്? അതിന് മുമ്പിൽ നിങ്ങളുടെ എന്ത് വിവരമാണുള്ളത്? മുസ്ലിം ലീഗിന് സീറ്റ് എത്ര കൊടുക്കുന്നു, അവർ എത്ര സ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് എത്ര സീറ്റുകൾ മത്സരിക്കാൻ അവസരം ഒരുക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യാം. CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കുറച്ച് ഉദാരമായ സമീപനമെടുക്കുന്ന പാർട്ടിയാണ് എന്ന് നിഷാദിൻ്റെ തന്നെ സംസാരത്തിൽ നിഷാദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണ്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ നിശ്ചയിക്കുന്നതിൽ ഇന്നലകളിൽ മുസ്ലിം ലീഗ് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് കരുണാകരനെ മാറ്റുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആൻ്റണിയെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് അയക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആരൊക്കെയാണെന്നും പിന്നീട് ഉമ്മൻചാണ്ടിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ചരട് വലിച്ചിട്ടുള്ള ആരെന്നൊക്കെ കേരളത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അല്ല, നമ്മൾ ചരിത്രം തൽക്കാലം സംസാരിക്കുന്നില്ലല്ലോ. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ EMS മുസ്ലിം ലീഗിന് അനുകൂലമായി എഴുതിയത് കൂടി വായിച്ചുകൊണ്ട് ചരിത്രം മുഴുവനായി പറഞ്ഞു തീർക്കാൻ കഴിയൂ. നിങ്ങൾ മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ച്, അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പുകഴ്വാചകങ്ങളെക്കുറിച്ച് അതൊക്കെ പറഞ്ഞാലാണ് ചരിത്ര വായന പൂർണ്ണമാവുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മാത്രമായി സംസാരിക്കണം. നിഷാദേ, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് 1947 മുതൽ ഇങ്ങോട്ട് എഴുതിയിട്ടുള്ള EMSൻ്റെ ലേഖനങ്ങളെല്ലാം വായിച്ചാൽ നിഷാദിന് ധാരണയുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം ലീഗിനെ കൃത്യമായി വിലയിരുത്തിയിട്ടുള്ള പാർട്ടിയാണ്. നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. RSSും BJPയും ഒക്കെ ഈ രാജ്യത്തെ വലിയ ഭീഷണിയാവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ടാക്കിയിട്ടാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. അത് താങ്കൾക്ക് ഓർമ്മയില്ലാത്ത കാര്യമല്ലല്ലോ. നിങ്ങൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നതിന് നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള നേട്ടമല്ല എന്നും നിങ്ങളുടെ കൂടെ മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതുകൂടി വിസ്മരിച്ചുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഇതുകൂടി ഓർക്കേണ്ടതാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ലീഗ് വിരുദ്ധത പറയുന്നത്. ലീഗിന് മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പാർട്ടി ഇപ്പൊ നിങ്ങളുടെ കൂടെയാണ്. നിഷാദ് തെറ്റായ കാര്യമാണ് പറയുന്നത്. മുസ്ലിം ലീഗ് ഈ തെറ്റായ ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്ന INL ഉദ്ദേശിച്ചിട്ടുണ്ട്. INL പറഞ്ഞത് എന്താണെന്നറിയോ? INL മുസ്ലിം ലീഗിന് മതവർഗീയതയും തീവ്രവാദവും പോരാന്നല്ല പറഞ്ഞത്. ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ മഹാഗോപുരമായിട്ടുള്ള ബാബരി മസ്ജിദ് തകർത്ത കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾക്ക്
എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുള്ള കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കഴിയില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ മതനിരപേക്ഷതയോടൊപ്പം അണിനിരക്കുക, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് INL-ൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ തന്നെ INL-നെ നോക്കിക്കാണാനും ആ പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല. 2, ഈ ചരിത്രം പറയരുത് എന്നുള്ളത് പറയാൻ ഞാൻ മടിക്കുന്നു എന്നുള്ള നിലയിൽ നിഷാദ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു മടിയില്ല. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്ര പശ്ചാത്തലം, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണമായാലും മുസ്ലിം ലീഗിൻ്റെ രൂപീകരണമായാലും ഒക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. മുസ്ലിം ലീഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വേളയിൽ രൂപമെടുത്തതിനും പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകളെക്കുറിച്ച് നേരത്തെ തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. എന്നാൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വസ്തുതയും പറയുന്നതിൽ ഞങ്ങൾക്ക് മടിയുള്ള കാര്യമല്ല. 1947 ശേഷം ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഓരോ ഘട്ടത്തിലും മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെക്കുറിച്ചും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്ന ഒരു ടി.എൻ. പ്രതാപൻ സമീപകാലത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സമീപനങ്ങളിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലൊക്കെയാണ് അവർക്ക് കുറച്ചുകൂടെ തീവ്രത കൈവരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അവർ സമീപിക്കുന്ന രീതി അംഗീകരിക്കാനാവാത്തത് കൊണ്ട് മുസ്ലിം ലീഗുമായുള്ള നിങ്ങളുടെ ബന്ധം കുഴപ്പമാണ് എന്ന് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് CPM. മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ നിങ്ങൾക്കിടയിൽ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ട് എന്നാണ് CPM തന്നെ പറയുന്നത്. അങ്ങനെയൊന്നുണ്ടോ? നിഷാദിന്റെ ഈ ചോദ്യം 100% നിഷേധിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ UDF-നകത്തെ അഭിപ്രായ പ്രകടനങ്ങളിൽ കോൺഗ്രസിനകത്ത് ഒരു തരത്തിലും ഒരാൾക്കും ഭിന്നാഭിപ്രായമില്ല എന്ന കാര്യം എടുത്തു പറയട്ടെ. ഒരു മുന്നണിയിലെ ഘടകകക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ ആശയവിനിമയം നടത്തും. ആർക്കും ആശയം പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. ഞങ്ങളുടെ മുന്നണി ഒരു വലിയേട്ടൻ മനോഭാവമുള്ള മുന്നണിയല്ല. CPM-ഉം LDF-നെ പോലെ ഘടകകക്ഷികളെ ഒരു മൂലയിൽ ഇരുത്തുന്ന മുന്നണിയല്ല. ഇതിലേറ്റവും ചെറിയ പാർട്ടി ഇപ്പോൾ ജനതാദളിൽ നിന്നും ഭിന്നിച്ചു പോന്നിട്ടുള്ള ചെറിയ വിഭാഗം ഉൾപ്പെടെ അല്ലെങ്കിൽ CMP ഉൾപ്പെടെയുള്ള ഏത് ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള എല്ലാവരുമായി RSP ഉൾപ്പെടെ എല്ലാവരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നതാണ്. ഒരു പാർട്ടിയും മുന്നണിക്കകത്ത് കോൺഗ്രസിൻ്റെ വ്യക്തിത്വത്തെയോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെയോ ചോദ്യം ചെയ്യുകയോ അതിനെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ നിഷാദിൻ്റെ ആദ്യ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ എന്താ നടക്കുന്നത് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ ഉണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ലോക കമ്മ്യൂണിസത്തെക്കുറിച്ചും മാർക്സിൻ്റെ ഈ മാംഗൽസിൻ്റെ ഈ മൂലധനം ഞാനൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുമ്പോൾ മൂലധനം മനസ്സിലാവാഞ്ഞിട്ട് പോലും വായിച്ചു നോക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ കുറിച്ച് അറിയാവുന്നതെല്ലാം വായിച്ചിട്ടുണ്ട്. അതേപോലെ EMS ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളും വായിക്കാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ചും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓരോ ദിവസവും നടത്തി വരുന്നത് തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി കേരളത്തെ ബോധപൂർവം സാമുദായികമായി വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഹിന്ദു മഹാസഭയും പിന്നീട് RSS-ഉം ജനസംഘവും ഇപ്പോൾ അതിൻ്റെ എല്ലാം പുതിയ രൂപമായ BJP സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്ത് വിഭജന തന്ത്രം നടത്തി വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശമായിട്ടാണ് CPM-ന്റെ നേതൃത്വം ഇന്ന് കേരളത്തിൽ പച്ചയായ വർഗീയത പറയുന്നത്. ഇവിടെ നേരത്തെ നിഷാദ് ചോദിച്ച ചോദ്യങ്ങൾ ശിവദാസ് എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. എനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടമുള്ള എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഞാൻ ശിവദാസനുമായിട്ടുള്ള ഒരു തർക്കമല്ലത്, ആശയപരമായൊരു സംവാദമായി നമുക്കിതിനെ കണക്കാക്കാം. ഇവിടെ നേരത്തെ നിഷാദ് ചോദിച്ച പോലെ കേരളത്തിലെ ഐക്യകേരളം ഉണ്ടായതിനു ശേഷം 1967-69 കാലത്തിലെ EMS മന്ത്രിസഭയിൽ എങ്ങനെയാണ് CH ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിമാരായത്? അതിനുശേഷം
മുസ്ലിം ലീഗ് പിന്നെ CPM-ഉമായുള്ള ബന്ധം വിട്ടതിന് ശേഷം വിമത ലീഗ് എന്നറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെ CPM കൂടെ കൊണ്ട് നടന്നു. PM അബൂബക്കർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ LDF ഗവൺമെൻറ്റിൽ മന്ത്രിയാകുന്ന സാഹചര്യമുണ്ടായി. ഈ മുസ്ലിം ലീഗിന് അന്നൊന്നും CPM-ന് തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ബഹുമാനായ CPM-ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു വാദ പ്രസ്ഥാനമാണെന്നാണ്. മുസ്ലിം ലീഗിൻ്റെ നേരത്തെ നിഷാദ് ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടോ? മുസ്ലിം ലീഗ് അന്നും ഇന്നും ഒരു ഭരണഘടനയുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. CPM-ന്റെ കൂടെ നിൽക്കുമ്പോഴും LDF-ന് മുന്നണിയിലുള്ളപ്പോഴും ഇതേ ഭരണഘടനയുമായി പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്, പ്രത്യേകിച്ച് പാണക്കാട് ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഈ കേരളത്തിലെ മതസൗഹൃദവും മതസാഹോദര്യവും മതനിരപേക്ഷതയും അതിന് നൂൽപ്പാലം അറ്റുപോകാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ പിന്നെ ആത്മാർത്ഥമായ സമർപ്പണം നടത്തിയ ആളാണ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കൂടിയായിരുന്ന പാണക്കാട് ശിഹാബ് തങ്ങൾ. ആ പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുലൈമാൻ സേഠിൻ്റെ നേതൃത്വത്തിൽ പിന്നെ INL ഉണ്ടാകുന്നത്. ആ INL-നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM കൂടെ നിർത്തി. ഒരു ലീഗിൻ്റെ കൊടി, ഒരു പച്ച നിറമുള്ളൊരു കൊടി CPM-ന്റെ LDF-ന്റെ ചുവന്ന കൊടിയോട് ഒപ്പം കെട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ഇതേപോലെ തന്നെയാണല്ലോ ഇപ്പോഴാണല്ലോ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയായി മാറിയത്. ജമാഅത്ത് ഇസ്ലാമി നിന്നിരുന്ന കാലത്ത് ആരൊക്കെ CPM-നെ എത്ര തവണ പിന്തുണച്ചു? ഞാൻ 2001 നാട്ടികയിൽ നിന്നും നിയമസഭയിൽ മത്സരിച്ച ആളാണ് ശിവദാസൻ. ഞാനന്ന് നാട്ടികയിൽ നിന്ന് മത്സരിക്കുമ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന CPI-യുടെ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ ആയിരുന്നു. അത് മരിച്ചുപോയി. എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. ഞാനന്ന് വിദ്യാർത്ഥി പ്രവർത്തനം കഴിഞ്ഞ് വളരെ ചെറിയ പ്രായത്തിലാണ്. അന്ന് എൻ്റെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞാൻ പിന്നെ പരസ്യമായി പിന്തുണ നിലപാടെടുത്തു. LDF-നാണ് പിന്തുണ, കൃഷ്ണൻ കണിയാമ്പറമ്പിലാണ് പിന്തുണ. ഞാൻ രണ്ടാമത് നാട്ടികയിൽ മത്സരിച്ചു. അന്നും CPI-യുടെ സ്ഥാനാർത്ഥിക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, വെൽഫെയർ പാർട്ടി ആകുമ്പോൾ ഞാൻ 2006 വീണ്ടും കൊടുങ്ങല്ലൂർ നാട്ടിക പട്ടികജാതി സംവരണമായപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ മത്സരിച്ചപ്പോൾ അവിടെയും പിന്നെ ജമാഅത്ത് ഇസ്ലാമി CPI, അവിടെയും CPI സ്ഥാനാർത്ഥിയായിരുന്നു. CPI സ്ഥാനാർത്ഥി പിന്തുണ കൊടുത്തു. ഇത് ഈ വെൽഫെയർ പാർട്ടി ആയതിനു ശേഷം ശിവദാസ് കുറേയും കൂടി യാഥാർത്ഥ്യബോധത്തോടെ കാണും എന്ന് വിശ്വസിക്കുന്നു. അത്തരം ചരിത്ര സംഗതികൾ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ ജനാധിപത്യ ചേരിക്ക് വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനവിഭാഗങ്ങൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എന്നതുകൂടി നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. മുൻപിലുള്ള സംഗതികളെ മാത്രം വെച്ചിട്ടാണ് ഈ ചർച്ച. അബ്ദുറഹ്മാൻ രണ്ടത്താണി, നിങ്ങൾക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ പല സ്ഥലത്തും വിജയിച്ചു, പല സ്ഥലത്തും ഭരണത്തിലിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ രണ്ടത്താണി കേൾക്കാമോ? പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ വേഗം താങ്കളിലേക്ക് വരാം. ഡോക്ടർ ആസാദ് നോക്കൂ, ഇതെന്തായാലും വലിയ തോതിലുള്ള ഒരു മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികൾക്ക് ആധിപത്യമുള്ള UDF ആയി മാറുകയാണ് എന്ന ഒരു നരേഷൻ ഉണ്ടാക്കുന്നു. ആ നരേഷൻ നിശ്ചയമായും മറ്റുള്ളവരിൽ ഒരു ഭയമായി പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത് ഇന്ത്യയിലെമ്പാടും BJP RSS പരീക്ഷിക്കുന്ന ഒന്നാണ്. കേരളത്തിലും അങ്ങനെ ഒരു സമവാക്യ രൂപീകരണം ഉണ്ടായി കിട്ടണം, അങ്ങനെ ഒരു ഭയം ഉണ്ടായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണവർ. അവരുടെ ആഗ്രഹത്തോട്, അവരുടെ ആ സമവാക്യ ചിന്തയോട് കേരളത്തിലെ സിറ്റുവേഷനെ ചേർത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ടോ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, അറിഞ്ഞോ അറിയാതെയോ? നിഷാദെ, ഇന്ത്യയിലാകെ ഇന്ത്യൻ ഫാഷിസത്തിനെതിരെ ജാതിയോ മതമോ നോക്കാതെ, ഭാഷയോ പ്രദേശമോ നോക്കാതെ കർഷകരാകെ ഡൽഹിക്ക് ചുറ്റും സമരം നടത്തി വരികയാണ്. 60 ദിവസം പിന്നിട്ടു, നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ തരത്തിലുള്ള വേർതിരിവുകൾക്ക് അപ്പുറമാണ് ഫാഷിസ്റ്റ് വിരുദ്ധ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംഘാടനവും അതിൻ്റെ വളർച്ചയും. ആ ഒരു സാഹചര്യത്തിൽ നോക്കൂ, എന്തൊരു ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ഇതിന് തൊട്ട് മുമ്പ് പാർലമെൻറ്റിൽ BJP പാസ്സാക്കുന്ന എല്ലാ നിയമവും ജനവിരുദ്ധമായി തീർന്നു. തൊട്ട് മുമ്പ് CAA പൗരത്വ ഭേദഗതി നിയമവും പാസ്സാക്കിയതിനെ തുടർന്നാണ് ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധം രാജ്യത്താകെ അലയടിച്ചു വരുന്നത്. അതിനെങ്ങനെയാണ് നേരിട്ടതിൽ ആദ്യം കേരളത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയുടെ വാക്കുകളാകട്ടെ എന്താ, ആ പ്രക്ഷോഭത്തിലേക്ക് തീവ്രവാദികൾ വരുന്നു,
മുസ്ലിം തീവ്രവാദികൾ വരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന പ്രസംഗം ആദ്യം വന്നത് പിണറായിയിൽ നിന്നാണ്. അതും നരേന്ദ്രമോദി ഡൽഹിയിൽ ആവർത്തിച്ചു. അതിനുശേഷമാണ് CAA പ്രക്ഷോഭത്തിലെ തീവ്രവാദികളെ പറ്റിയുള്ള ചർച്ചയും ഡൽഹി കലാപം വരെ നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കൂ, ആ സമരത്തിനെതിരായി ഉണ്ടായ ഒരു അഭിപ്രായ രൂപീകരണം ഏത് രീതിയിലാണ് മാറിയത്? അതേ രീതിയിലാണ് കർഷക പ്രക്ഷോഭം വലിയ തോതിൽ വളർന്നു വരുമ്പോൾ ഇതിനകത്തേക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ ചിതറിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ അജണ്ട മാറുന്നു. കേരളത്തിൽ ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമാണോ അത്? കേരളത്തിൽ ഇപ്പോഴെന്താ അങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായത്? എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ മതരാഷ്ട്രവാദി എന്ന് CPM പറയാൻ തുടങ്ങിയത്? മതരാഷ്ട്രവാദം എന്നൊക്കെ നമ്മൾ പറയലുണ്ട്, പക്ഷെ CPMൻ്റെ ഏത് രേഖയിലാണ് മതരാഷ്ട്രവാദം എന്നുള്ളത്? ഇന്ത്യൻ ഫാഷിസത്തെ, ഹിന്ദുത്വ ഫാഷിസത്തെ അത് ആ രീതിയിൽ പറഞ്ഞു പോകുന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനപ്പുറത്ത് വർഗീയ പാർട്ടികളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മതവർഗീയതയുണ്ട്. ശിവദാസൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, രാഷ്ട്രീയ മതപ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, സാമുദായികമായ സംഘാടനം രാഷ്ട്രീയത്തിൽ ആവശ്യമില്ല. പക്ഷേ അതങ്ങനെ ആക്കി തീർത്ത സാഹചര്യം എന്താണ്? അത് ആ സാഹചര്യം അത് ഞാനിപ്പം അതിലേക്ക് കടക്കുന്നില്ല, വേണമെങ്കിൽ അതിൽ കിടക്കാം. പക്ഷേ അടിസ്ഥാനത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ വേഗം വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യയിൽ ഏറ്റവും വലിയ മത അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതങ്ങനെ പറയാൻ നമുക്ക് കഴിയാറില്ലല്ലോ. അതൊരു സെക്കുലർ പാർട്ടിയെ പോലെയാണല്ലോ ആളുകൾ സ്വീകരിക്കുന്നത്. അത് മത തീവ്രവാദ പാർട്ടിയാണ്, മതരാഷ്ട്രവാദത്തിൻ്റെ പാർട്ടിയാണ് BJP. കേരളത്തിലോ നമ്മൾ ഇതുവരെ കണ്ടത് എന്തായിരുന്നു? മുസ്ലിം ലീഗ് മതാടിസ്ഥാനത്തിലാണ്, INL മതാടിസ്ഥാനത്തിലാണ്, കേരള കോൺഗ്രസ് മതാടിസ്ഥാനത്തിലാണ്, കത്തോലിക്ക ഭൂരിപക്ഷമുള്ള പാർട്ടികളാണ്. അത് മാത്രമല്ല മതസ്വാധീനത്തിന് വിധേയമാകുന്ന സെക്കുലർ പാർട്ടികളുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ഒരു നില തെറ്റിയാൽ വളരെ അപകടകരമാണ്. ഇപ്പം വർഗീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എപ്പോഴും മുതലാണ് ഈ രീതിയിലായത്? നേരത്തെ നോക്കൂ, ഫാഷിസം ശക്തിപ്പെടുന്നവരെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തീർച്ചയായും CPM ചെറുത്തിട്ടുണ്ട്, ചെറുക്കണമെന്ന് ആശയപരമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സമവാക്യം സൃഷ്ടിച്ചില്ല. ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് എന്ന് പറയാൻ എന്നും തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളും മുന്നേറ്റങ്ങളും CPM നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്താ? ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഏറ്റവും വലിയ പ്രശ്നം, മുസ്ലിം തീവ്രവാദമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പോലീസ് നയത്തിലെന്ന പോലെ, മറ്റ് സാമ്പത്തിക കോർപ്പറേറ്റ് വികസന നയത്തിലെന്ന പോലെ ഇന്ത്യൻ ഫാഷിസത്തോട് ചേർന്ന് നിന്ന് ഇന്ത്യൻ ഫാഷിസത്തിനെതിരായ സമരങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് CPM കൂട്ടുനിൽക്കുകയാണ്. പറഞ്ഞ് എവിടെ എത്തി? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാർ കാണാൻ പോകുന്നത് വർഗീയത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നിടത്ത് വരെ എത്തിയെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നത്? ഇതിൻ്റെ ദീർഘകാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. INL ഇപ്പോൾ ഉണ്ടായതല്ലോ, ശിവദാസൻ അറിയണം. 92-ലെ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം INL ഉണ്ടായ കാലത്ത് ഇവിടെ EMS പോലെയുള്ളവരുടെ നേതൃത്വം ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു INL ഈ ദീർഘകാലം അത്രയും പുറത്തു നിന്നത്? എന്താണ് അവരെ മുന്നണിയിൽ ചേർക്കാതിരുന്നത്? ഒരു കാരണമുണ്ടല്ലോ. 1985-ൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി എടുക്കുകയും 12-ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തൊരു പ്രധാന പ്രമേയമുണ്ട്. ആ പ്രമേയം എന്താ? വർഗീയ പാർട്ടികളോടുള്ള ബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ ലീഗിനെ ഉപേക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 87 തത്വാധിഷ്ഠിത നിലപാടെടുത്ത് നയനാർ സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷവും ഈ പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കന്മാർ PDPയുമായി ബന്ധമുണ്ടാക്കിയില്ലേ? അബ്ദുൽ നാസർ മദനിയുമായി ബന്ധമുണ്ടാക്കിയില്ലായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ലേ? അപ്പോഴൊക്കെ അത് വർഗീയമല്ലായിരുന്നോ? അപ്പോഴൊക്കെ അത് മതരാഷ്ട്രവാദമല്ലായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി ഇന്നലെ ഏതെങ്കിലും ഒരു പുതിയ പരിപാടി അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ CPM തീരുമാനിക്കുന്നപ്പോഴൊക്കെ അത് സെക്കുലർ ആവുക. CPM തീരുമാനിക്കും. അത് EMS ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. EMSൻ്റെ എല്ലാ കുറിപ്പുകളിലും EMS സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. 52-ലെ ഒരു പക്ഷേ രാജാജി ഗവൺമെൻറ്റിന് മദ്രാസിൽ മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്നത് മുതൽ 54-ലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചത്, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ സമയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുസ്ലിം ലീഗ് എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ EMS വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിലൊന്നും EMS മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾക്ക് ഒരു കാര്യം വിശദീകരിക്കാൻ, തത്വാധിഷ്ഠിതമായി വിശദീകരിക്കാൻ പ്രാപ്തിയില്ല. കാരണം താൽക്കാലികമായ അജണ്ടയാണ് അവരുടെ മുന്നിൽ. താൽക്കാലികമായ അജണ്ടയ്ക്ക് ഫാഷിസ്റ്റിൻ്റെ, ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ, RSSൻ്റെ, BJPയുടെ പാദസേവ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളത്. മുസ്ലിം ലീഗിനോട് വിമർശനം ഉണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനം. ഞാൻ നേരത്തെ ചോദിച്ചത്, മുസ്ലിം ലീഗ് തുടക്കത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോഴൊക്കെ അവർക്ക് ഇത്രയും പ്രശ്നമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അവർ ഈ വെൽഫെയർ പാർട്ടിയുമായി പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി
ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കുന്നു, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു, ഒരുമിച്ച് ഭരണസമിതികളിലിരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അവർ മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അത്തരമൊരു പാർട്ടിയുമായി കോൺഗ്രസ് ബന്ധം തുടരുന്നത് അവരുടെ മതേതര മുഖത്തിന് പ്രശ്നമുണ്ടാക്കി എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് CPM-ന്റെ വാദം. അങ്ങനെ തോന്നുന്നു. അഭിലാഷ്, ഒരു കാര്യം ആദ്യം പറയുന്നത് 20 മിനിറ്റ് നേരം CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കാൻ ആഗ്രഹിച്ച, മതേതര ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച മുസ്ലിങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അവരന്ന് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയില്ല. 1948 മാർച്ച് മാസം 10 മുതൽ ആ മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെയുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ. രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 14 അംഗങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് താഴെ ഒപ്പുവെച്ച ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഞങ്ങളുടെ പ്രഥമ പ്രസിഡൻറ്റ്. ആ മുസ്ലിം ലീഗ് പാർട്ടി അതിനുശേഷം ഒരുപാട് വലിയ കക്ഷികളുമായി മുന്നണി ബന്ധങ്ങളുണ്ടാക്കി. തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം, രാജാജി ഗവൺമെൻറ്റിനെ മുസ്ലിം ലീഗ് പിന്തുണച്ചത് മുന്നണിയായിട്ടല്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അന്ന് കോൺഗ്രസിനെ പിന്തുണച്ചു. കേരളപ്പിറവിക്ക് ശേഷം മിക്ക കക്ഷികളുമായി, മതേതര കക്ഷികളുമൊക്കെയായി മുന്നണിയുണ്ടായി. 1966 സഖാവ് EM ശങ്കര നമ്പൂതിരിപ്പാടും അഴീക്കോട് രാഘവനും BB അബ്ദുള്ള കോയ സാഹിബിൻ്റെ വീട്ടിൽ വന്നാണ് സപ്തകക്ഷി മുന്നണിയുടെ ചർച്ച നടത്തിയത്. അന്ന് EM ശങ്കര നമ്പൂതിരിപ്പാടിന് മീൻ ബിരിയാണിയോടുള്ള സ്നേഹം പോലും ആ കാലഘട്ടത്തിൽ ഏറെ വിവാദമായ കാര്യമാണ്. കാരണം EMS തന്നെ എല്ലാ യോഗങ്ങളിലും പറയുമായിരുന്ന ഒന്നായിരുന്നു, ലീഗ് നേതാക്കന്മാരുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ആ ചർച്ചയുടെ മഹിമ എപ്പോഴും പറയുമായിരുന്നു. കാരണം ആ കാലഘട്ടം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധമുണ്ട്. ഇങ്ങനെ മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ മതേതര കക്ഷികളുമായി ബന്ധം സ്ഥാപിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, മുസ്ലിം ലീഗ് പാർട്ടി രാജ്യത്തിലെ തീവ്രവാദ ശക്തികളോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ, ഏതാനും ദിവസം മുമ്പ് ഇപ്പോൾ ഇവിടെ ഡോക്ടർ ആസാദ് പറഞ്ഞു, ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PDP നേതാക്കന്മാരെ കാത്തിരുന്ന പിണറായി വിജയൻ നമുക്ക് മറക്കാൻ കഴിയുമോ? ഏതാനും ദിവസം മുമ്പ് എന്താണ് സഖാവ് പാലൂർ മുഹമ്മദ് കുട്ടി പറഞ്ഞത്? വെൽഫെയർ പാർട്ടിയുമായി CPM-ന് ബന്ധമുണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയും ഞങ്ങൾ ആരാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുമായി ധാരണയുണ്ടായത് എന്ന് വ്യക്തമാക്കി. ആരും പാലൂർ മുഹമ്മദ് കുട്ടിയെ തിരുത്താൻ പോയിട്ടില്ലല്ലോ. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ ഇവർക്ക് അതത് സമയത്ത് തരാതരം കിട്ടുന്ന രീതിയിൽ ആരുമായി ബന്ധപ്പെടാം എന്ന രീതിയിലേക്ക് ഇവർ പോവുകയാണ്. ഇവരുടെ ഒരു നിലപാട് അതാണ്. ഇപ്പോൾ ഇവർ എത്തി നിൽക്കുന്നത് എവിടെയാണ്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ BJP-യെ സുഖിപ്പിക്കുന്ന, രാജ്യത്തിലെ ഫാസിസ്റ്റ് ശക്തികളെ സുഖിപ്പിക്കുന്നിടത്തേക്ക് അവരുടെ നേതാക്കന്മാരെത്തുകയാണ്. ഇതിപ്പോൾ വന്നൊരു തെറ്റ് മാത്രമല്ല, 2 അംഗങ്ങളുമായി ജനസംഘം എന്ന പേരിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഇവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പരുവത്തിലാക്കിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും CPM-ന് വലിയ പങ്കുണ്ട്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ ആ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാബറി മസ്ജിദിൻ്റെ പതനത്തെക്കുറിച്ച് പറഞ്ഞു. ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഞങ്ങളെടുത്ത നിലപാട് എന്താണ്? ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി തകരരുത്. കാരണം ഇന്ത്യയിൽ BJP-യോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഏക മതേതര കക്ഷി അവരാണ്. അവരെ തകർക്കാൻ പാടില്ല. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിൽ നിന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയവരാണ് INL എന്ന് പറയുന്ന ആളുകളൊക്കെ. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. പിന്നീട് സംഭവിച്ച എന്താ? CPM 1ാം UPA ഗവൺമെൻറ് ഉണ്ടാക്കി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് BJP അധികാരത്തിൽ വന്ന് രണ്ടാമത് BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ 1ാം UPA ഗവൺമെൻറ്റിൽ കോൺഗ്രസിനോടൊപ്പം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് കേന്ദ്രം ഭരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് അഹമ്മദ് സാഹിബ് വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അന്ന് അഹമ്മദ് സാഹിബിനെ ഇന്ത്യ രാജ്യത്തിന് വിദേശകാര്യമന്ത്രിയാക്കുന്ന ഘട്ടത്തിൽ അന്ന് ഞങ്ങളെ പിന്തുണക്കുന്നത് CPM-ആണ്. ഇതാർക്കും മറക്കാൻ കഴിയില്ല. അങ്ങ് കേന്ദ്രമന്ത്രിയാകുന്ന ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ വീണ്ടും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഈ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ എന്താണ് മുന്നണി? തമിഴ്നാട് നിയമസഭയിൽ ഞങ്ങൾക്ക് അംഗങ്ങൾ കൊണ്ട് CPM-നില്ല. തമിഴ്നാട്ടിൽ DMK-യുമായി നേരത്തെ ബന്ധമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുന്നണിയിലേക്ക് CPM കടന്നു വരികയാണ്. CPM ആ മുസ്ലിം ലീഗ് അതിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പടം വെച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിക്കുന്നത്. ഇതൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പം ഇവർക്ക് അതത് സമയത്ത് വർഗീയ മുഖമുണ്ടാക്കി. ഇപ്പോഴെന്താ സ്ഥിതി? ഞാൻ ചോദിക്കേണ്ട, അടുത്ത കാലത്ത് വളരെ പ്രമാദമായ ഒരു സംഭവം ഉണ്ടായല്ലോ. ഫാസിസത്തെക്കുറിച്ചുള്ള കുറേ എസ്സേ വന്നല്ലോ. ആ SSൽ എന്താണ് എഴുതുന്നത്? പ്രകാശ് കാരാട്ട് പറഞ്ഞത് BJP-യെയും RSS-നെയും ഫാസിസ്റ്റായി ഗണിക്കാനാവില്ല.
ഈ ഫാസിസ്റ്റുകളുടെ ഗണത്തിലേക്ക് ഇവരെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രകാശ് കാരാട്ട് പ്രബന്ധം എഴുതിയാൽ അതിന്റെ സ്ഥിതി എന്താണ്? അപ്പൊ എവിടേക്കാണ് കമ്മ്യൂണിസ്റ്റുമായിട്ട് പോകുന്നത്? നിങ്ങൾക്ക് നിലപാടുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ആരെയോ സുഖിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ചിലർക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി പാണക്കാട് വന്ന് കോൺഗ്രസ് പാർട്ടി ചർച്ച നടത്തിയാൽ അതിനെന്താണ് വർഗീയത കാണുന്നത്? ഡോക്ടർ വി. ശിവദാസൻ, മുസ്ലിം ലീഗ് അവരുടെ ഘടകകക്ഷിയാണ്, അവിടെ ചർച്ച നടത്തിയാൽ എന്ത് വർഗീയത കാണുന്നതാണ്? ഇതിന്റെ കാതലായ ശിവദാസൻ, ഇതിന്റെ മർമ്മപ്രധാനമായ മൗലികമായ ചോദ്യം നിങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പുകളാണ്. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലായാലും മുസ്ലിം ലീഗിന്റെ കാര്യത്തിലായാലും ഒക്കെ ചരിത്രത്തിൽ, സമീപ ചരിത്രത്തിൽ ശ്രീ വി. ശിവദാസൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പുകളാണ്. കേരളത്തിലെ ജനങ്ങൾ, ഇത്രയും സാക്ഷരതയുള്ള ചരിത്രബോധമുള്ള ജനങ്ങളോട് നിങ്ങൾ മുസ്ലിം ലീഗ് ഇപ്പോൾ വർഗീയമാണ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടുള്ളൂ, അത് തൊട്ട് മുമ്പ് വരെ വെൽഫെയർ പാർട്ടി ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടി വർഗീയമാണ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ പുച്ഛിക്കില്ലേ? ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇത് തന്നെ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു മുഖമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ യാതൊരു വിധത്തിലുള്ള ഇൻ്ററപ്ഷനും ഇല്ലാതെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രതിനിധികൾക്ക് പറയാനുള്ള എല്ലാ അവസരവും കൊടുക്കുകയും, എന്നാൽ കോൺഗ്രസിനുണ്ട് മുസ്ലിം ലീഗിനുണ്ട്, എന്നാൽ CPIM-ൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആൾ അവതരിപ്പിക്കുമ്പോൾ ഇടവേളകളില്ലാതെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന കാഴ്ച തന്നെ ഈ ഐക്യമുന്നണിയുടെ ഒരു ദൃഷ്ടാന്തമാണ്. ഇനി രണ്ടാമത്തേത്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, മുസ്ലിം ലീഗിനെക്കുറിച്ച് ഞങ്ങൾ നിലപാടിൽ ഒരു മാറ്റവും വരുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മദൂദിയുടെ ആശയ സംഹിതയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിയെക്കുറിച്ച്, മുന്നണിയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, നേരത്തെ രേഖപ്പെടുത്തിയതാണ്. ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആരെയെങ്കിലും ന്യായീകരിക്കാൻ ഞങ്ങളില്ല, അവരുടെ മുദ്രാവാക്യത്തെ ന്യായീകരിക്കാൻ ഞങ്ങളില്ല. എന്നാൽ അത് പറഞ്ഞതിൻ്റെ അർത്ഥം വീടിന് തീപിടിക്കുമ്പോൾ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന്, മതനിരപേക്ഷതയ്ക്ക് തീപിടിച്ച വേളയിൽ ആ തീ അണക്കാൻ വരുന്ന കൂട്ടത്തിൽ കുളിക്കാത്തവരുണ്ടോ അല്ലെങ്കിൽ മറ്റ് ശുദ്ധികർമ്മം ചെയ്യാത്തവരുണ്ടോ ഒന്നൊന്നും നോക്കിയിട്ടല്ല കൈചേർത്ത് പിടിക്കുക, എല്ലാവരെയും ചേർത്ത് വീടിൻ്റെ തീ അണക്കാൻ നോക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അത് അതത് കാലത്തെ സവിശേഷതകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യവുമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് TN ബദാവൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ CPM-നെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എന്നെ പിന്തുണക്കുന്നവരാണ് പ്രശ്നം. CPIM-ൻ്റെ നിലപാടെന്താണ്? ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണ് എന്ന് ഇവിടെ എന്താണ് TN ബദാവനെ പിന്തുണച്ചാൽ, അദ്ദേഹത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ അപ്പം അതൊരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറയുമെന്നാണോ? നാളെ BJP അദ്ദേഹത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ BJP എന്നുള്ള പാർട്ടി മതനിരപേക്ഷ പാർട്ടിയായി മാറുമോ? RSS അങ്ങേക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ RSS-ൻ്റെ രാഷ്ട്രീയം എല്ലാ അർത്ഥത്തിലും ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ് എന്ന് അങ്ങ് പറയുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രശ്നം. ആരെ പിന്തുണക്കുന്നു എന്നുള്ളതല്ല വിഷയം, അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പ്രശ്നം. പ്രശ്നമെങ്കിൽ കൂടി നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? ഞാൻ ചോദിക്കുന്നത് 1996 ഏപ്രിൽ 22-ന് 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനി അതിന്റെ പ്രധാന പേജിൽ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്, വേറെ എവിടേക്കും പോകില്ല, നമുക്ക് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, കുറിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷ ശക്തികളെ മെച്ചപ്പെടുത്തുമെന്നാണ്. അവസരം കൊടുത്തല്ലോ നിഷാദ്, അങ്ങ് തടസ്സങ്ങളേതുമില്ലാതെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിനിധികൾക്ക് പറയാൻ അവസരം കൊടുത്തല്ലോ. ഞാൻ തുടരട്ടെ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള മറ്റാളുകളുടെ മറുപടി പറയട്ടെ. അതിലെന്താണ്? ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞു പ്രകാശ് കാരാട്ട് എഴുതിയിട്ടുള്ള ലേഖനത്തെക്കുറിച്ച്. പ്രിയപ്പെട്ട അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കുക. RSS ഫാസിസ്റ്റ് പാർട്ടിയല്ല, ഫാസിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് പ്രകാശ് കാരാട്ട് ലേഖനം എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത്, RSS-കാരൻ്റെ കൊടുവാളാൽ, RSS-കാരൻ്റെ കത്തിമുനയാൽ നിരവധിയായിട്ടുള്ള പ്രവർത്തകന്മാർ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് CPIM. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മിക്കുക, CPIM-ൻ്റെ പ്രവർത്തകന്മാർ തൃശ്ശൂരിൽ സനൂപ് കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. സനൂപിൻ്റെ ചോര, CPIM പ്രവർത്തകൻ്റെ ചോര ആരാ? RSS-കാരാൽ. മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകൾ വരെ അതിലേക്ക് ഞാൻ പോവല്ല. RSS-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇന്ത്യ രാജ്യത്തിൽ ആരാ?
ആരാണ്? കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ് അവരുടെ മുഖ്യ ശത്രു. എന്താണ്? കർഷകരുടെ ഐക്യം, തൊഴിലാളികളുടെ ഐക്യം, അതൊക്കെയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ കാർഷിക നിയമം കൊണ്ടുവന്നപ്പോ അതിനെതിരായിട്ട് ആദ്യം ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദുവിലേക്ക് വരാം. കാർഷിക നിയമങ്ങൾ ഡോക്ടർ വി ശിവദാസൻ, ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദു പാണക്കാട് ഈ ചോദ്യം കൂടി ചേർത്ത് മറുപടി പറഞ്ഞോളൂ. അതിനും മറുപടി പറഞ്ഞോളൂ. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് ഇടയ്ക്ക് ശ്രീ വി ശിവദാസൻ, പാണക്കാട് പറഞ്ഞിട്ട് ചോദിച്ചോ, ഞാൻ മറുപടി പറഞ്ഞോളാം. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷേ ഇവിടെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി പറഞ്ഞിട്ടുള്ളത് എനിക്ക് പറയണ്ടേ? എന്താ പ്രകാശ് കാരാട്ട് BJPയെ RSSനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതി എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി പറയണ്ടേ? പ്രതാപൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതിന് മറുപടി പറയണ്ടേ? ഇനി ആസാദ് പറഞ്ഞു കാർഷിക നിയമത്തെക്കുറിച്ച്, CPIMന്റെ പ്രമേയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്ന, നിറഞ്ഞ വിനയത്തോടെ അദ്ദേഹത്തോട് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ്? കാർഷിക നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായിട്ട് സമര നേതൃത്വമായി നിന്നിട്ടുള്ളത് CPIMന്റെ MP മാരായിരുന്നു. കേരളത്തിൽ നിന്ന് 19 MP-മാർ UDF-ൻ്റെതായിട്ടുണ്ടായല്ലോ. അവിടെ ട്രാക്ടർ സമരത്തിൽ പങ്കെടുക്കാൻ, അവിടെ നടന്നിട്ടുള്ള ഇതര സമരങ്ങളിൽ പങ്കെടുക്കാൻ, ആ ടെൻറ്റ് കിട്ടിയിട്ടുള്ള ടെൻറ്റിൻ്റെ അടിയിൽ പോയി അവിടെ കിടക്കുന്ന കർഷക പോരാളികളോടൊപ്പം കിടക്കാൻ, അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്തേ 19 ആരെയും കാണാതെ പോയി? വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചിട്ടുള്ള MP ഉൾപ്പെടെ ഉണ്ടായല്ലോ. ആ MP ഒന്നും എന്തേ അവിടെ ഇല്ലാതെ പോയത്? എന്നാൽ CPIMന്റെ പ്രതിനിധികൾ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ കർഷക സമരത്തിനൊപ്പം നിൽക്കുന്നു. അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം BJPക്ക് ശിവദാസൻ ഒരേ ഒരു ചോദ്യം എനിക്ക് കാര്യത്തിൽ ഇതിന് മൗലികമായ ചോദ്യം ഇതേ ഉള്ളൂ. ഈ മുസ്ലിം ലീഗ് എന്നത് കോൺഗ്രസിന്റെ ദീർഘകാല സഖ്യകക്ഷിയാണ്. അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ താമസിക്കുന്ന സ്ഥലമാണ് പാണക്കാട്, അവരുടെ വീട്. പാണക്കാട് കോൺഗ്രസ് നേതാക്കൾ പോയത് വർഗീയതയാണ് എന്നാണ് കോൺഗ്രസ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ജനങ്ങളോട് പറയുന്നത്. പാണക്കാട് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് വർഗീയതയാണോ? ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല, ദുർവ്യാഖ്യാനം ചെയ്യരുത്. പറഞ്ഞതിൻ്റെ യഥാർത്ഥ മീനിങ് എടുക്കുക. എന്താ യഥാർത്ഥ മീനിങ്? കോൺഗ്രസ് ഇന്ന് ആകെ വല്ലാത്ത വെപ്രാളത്തിലാണ്. ആ വെപ്രാളം എന്താണ്? വെപ്രാളം എന്നുള്ളത് കോൺഗ്രസിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ നേതാവാക്കിയിട്ട് കോൺഗ്രസിന് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് പ്രചരണ ക്യാമ്പയിനൊക്കെ തുടക്കം കുറിക്കാൻ പോകുന്നു. ഇപ്പോഴുള്ള നേതാക്കന്മാർ അത് കൊള്ളരുതാത്തവരാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന പോലുള്ള ചില പ്രതികരണങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞെന്താണ്, ഇവിടെ വിജയരാഘവൻ ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണ്? കോൺഗ്രസിന്റെ ദുർബലത ഇന്ന് കൂടുതൽ ജനങ്ങൾ കാണുകയാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിലേക്ക് കോൺഗ്രസിന്റെ എല്ലാവർക്കും സ്വാധീനം എന്നൊന്നുമല്ല. പാണക്കാട് പോയതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അത് മതസാമുദായിക കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അതേക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവരുടെ ഘടകകക്ഷി നേതാവിന്റെ വീട്ടിൽ പോയി സീറ്റ് ചർച്ച നടത്തുന്നത് വർഗീയതയാണോ എന്ന് പറയൂ. യെസ് ഓർ നോ? അമ്മേനെ തല്ലാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം പോലുള്ള ചോദ്യം ചോദിക്കരുത്. ഇവിടെ ഉത്തരം എന്താണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള സാമുദായിക പാർട്ടികളെയൊക്കെ അടുപ്പിച്ച് ആ വടകര മോഡൽ, ബേപ്പൂർ മോഡൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബേപ്പൂർ മോഡലിൻ്റെ ആവർത്തനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഞാൻ നേരത്തെ മാധവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഓർമ്മപ്പെടുത്തിയല്ലോ, രത്നസിംഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഓർമ്മപ്പെടുത്തിയല്ലോ. ആ 91 തെരഞ്ഞെടുപ്പ് ചരിത്രം വീണ്ടും ഒന്ന് ആവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതവും ശക്തവുമായിട്ടുള്ള ശ്രമം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ ശ്രമത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ നൽകുന്നു. അതിനു പറ്റിയിട്ടുള്ള നേതാവായി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കാണുന്നത് ഉമ്മൻചാണ്ടിയെയാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ വീണ്ടും നേതാവാക്കിയത് ആരോപണം ഉയരുന്നു. കോൺഗ്രസ് വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. നിഷാദേ, ഞാൻ ആദ്യം തന്നെ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആദ്യം ഒരു നിഷേധം പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. പാർലമെന്റിന്റെ അകത്ത് കർഷക സമര ബില്ല് വന്നപ്പോൾ തന്നെ നിരാകരണ പ്രമേയം കൊണ്ടുവന്നൊരു എളിയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ. പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് ആകെ കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴ MP യും
തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കൊടിയും ലീഗിൻ്റെ കൊടിയും കൂട്ടിക്കെട്ടിയിട്ട് വന്ന 2 MP മാത്രമേ ലോകസഭയിലുള്ളൂ. പാർലമെന്റിൽ CPM-ന്റെ പങ്ക് എന്താണെന്നറിയാം. നടുത്തളത്തിലിറങ്ങി പാർലമെന്റ് സ്തംഭിപ്പിച്ചതും സമരം നടത്തിയതും ആദ്യമായി സുപ്രീം കോടതിയിൽ ഈ കേസ് ഏറ്റവും ആദ്യമായത് ഇന്ത്യയിലെ ആദ്യത്തെ പൗരൻ ജനപ്രതി മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോയത് ഞാനാ. സുപ്രീം കോടതി പോയത് വേറെ ആരും ഇല്ല. ഞാൻ ശിവദാസന് വഴങ്ങുന്നില്ല. ഞാൻ നേരത്തെ ശിവദാസനോട് വഴങ്ങാൻ ചോദിച്ചപ്പോൾ ശിവദാസൻ എനിക്ക് വഴങ്ങിയില്ലല്ലോ. ഞാനാണ് സുപ്രീം കോടതി ആദ്യമായി കേസ് പോയത്. ഇപ്പോഴും എൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് ഈ കാർഷിക നിയമത്തിനെതിരെ. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പാണക്കാട്ട് പോയി ആരെ കാണാൻ? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ പാണക്കാട്ട് മാത്രമല്ല, ഞങ്ങൾ പിന്നെ എല്ലാ സമൂഹത്തിൻ്റെ നേതാക്കന്മാരെ കാണാൻ പോയിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിൽ ബിഷപ്പുമാരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റ് വെള്ളാപ്പള്ളി നടേശൻ SNDP സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളം മുഴുവൻ നടത്തിയ യാത്രകളിൽ നിങ്ങൾ ആരൊക്കെ വിളിപ്പിച്ചു? ഏതൊക്കെ ആളുകളെ ആ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചു? ആരൊക്കെ ആ മീറ്റിങ്ങിൽ വന്നു? ആരൊക്കെ നിങ്ങൾ കാത്തിരുന്നു? ആരൊക്കെ വന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഭവം പ്രകടിപ്പിച്ചു? ഇതൊക്കെ കൺമുന്നിൽ ഉണ്ടായത്. സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ അടിയന്തരമായി നിഷാദ കേരളത്തിൽ വേണ്ടത്, കേരളത്തിൽ ഇത്രമാത്രം വർഗീയത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടതാണ്. അബ്ദുൽ നാസർ മദനി വർഗീയത പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് അബ്ദുൽ നാസർ മദനിക്ക് കേസെടുത്തതുപോലെ കേരളത്തിൽ വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടി ശ്രമിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനെതിരെ കേസെടുക്കണം. അത്രമാത്രം ഗുരുതരമായ സാഹചര്യമാണ് നടക്കുന്നത്. ഇവരിന്നൊന്നല്ല, ഇവർക്ക് എന്നൊക്കെ പരാജയ ഭീതി ഉണ്ടാകുമോ അന്നൊക്കെ ഈ തന്ത്രം മാറ്റിയിട്ടുണ്ട്. പണ്ട് ഇവരെ വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഞാൻ അതുകൂടി പറയാൻ നിഷാദിനിക്ക് സമയം തരണം. സമസ്ത കേരള നായന്മാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും പാലായിലെ പാതിരിമാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും കേരള നാടിനെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് കോൺഗ്രസിന്റെ പ്രത്യേകതയുണ്ട്. ശിവദാസന് അറിയാം, ഈ ശ്രോതാക്കൾക്കും അറിയാം. ഞങ്ങൾ എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. സാമുദായിക സംഘടനകളുടെ സമവാക്യം കേരളത്തിൽ അനിവാര്യമാണ്. മതങ്ങളും സമുദായങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ മതങ്ങളും സമുദായങ്ങളും യാഥാർത്ഥ്യമാണ്. അവരുടെ സമവായം ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും സമന്വയിപ്പിക്കൽ കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെയാണ്. യാതൊരു സംശയം വേണ്ട. ഒരൊറ്റ കാര്യം, ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ പ്രചരണ വിഭാഗത്തിന് ചെയർമാനായതിന് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ശിവദാസ് കൂടെ പറഞ്ഞു. കോൺഗ്രസ് ആദ്യമല്ല, ഞങ്ങൾ ഇതിനു മുൻപ് പ്രചരണ വിഭാഗത്തിൽ ചെയർമാന്മാരുണ്ടായിട്ടുണ്ട്. വക്ക പുരുഷോത്തമൻ ഉണ്ടായിട്ടുണ്ട്, CV പത്മരാജൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുരളീധരൻ ഞങ്ങളുടെ പ്രചരണ വിഭാഗത്തിൽ ചെയർമാൻമാർ. ഏത് കാലത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ പറയുന്ന ഇപ്പോൾ പയറ്റാൻ ശ്രമിക്കുന്ന സമവാക്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ലെഫ്റ്റിന് ഗുണമുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പൊതുവെ അവരുടെ നിരീക്ഷണം. പുറത്തുനിന്ന് നോക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ഒരു ഫോമുല അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണുന്നത്. അത് കുറച്ചുകൂടി ഗാഢമായി പ്രവർത്തിക്കട്ടെ എന്നവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല പേടിയുണ്ടോ? നിഷാദ്, ഒരു കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, പ്രകാശ് കാരാട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഹമീദ് ചേന്ദമംഗലൂർ ഫാസിസത്തെക്കുറിച്ച് എഴുതിയൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ ഒരു വരികൾ ഞാൻ വായിക്കാം. താപ്പറെപ്പോലെ സുമി സർക്കാർ, പ്രഭാത് പട്നായക് തുടങ്ങിയ മറ്റ് ഇടത് ലിബറൽ ബുദ്ധിജീവികളും ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഫാസിസ്റ്റാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഭിന്നമായ വീക്ഷണമത്രേ CPIM-ന്റെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ PB അംഗവുമായ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ജെയറസ് ബാനർജി എഡിറ്റ് ചെയ്ത ഫാസിസം essays on യൂറോപ്പ് ആൻഡ് ഇന്ത്യ എന്ന സമാഹാരത്തിൽ ചേർത്ത കാരാട്ടിൻ്റെ പ്രബന്ധത്തിൽ പറയുന്നത് ഇന്ത്യയിലെ BJP ഭരണത്തെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൂടാ എന്നാണ്. ഇത് ഇടത് ബുദ്ധിജീവിയായ ഹമീദ് ചേന്ദമംഗലൂരിൻ്റേതാണ്. ഈ വരികൾ എൻ്റെ വരികളല്ല. ഇതിൻ്റെ അർത്ഥം കൃത്യമായി ഇന്ത്യയിലെ ബുദ്ധിജീവികൾ പ്രകാശ് കാരാട്ട് പറഞ്ഞത് എന്താണെന്ന് വിലയിരുത്തുന്നു എന്നാണ്. എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപജയമാണിത്. നിങ്ങളുടെ ചുവപ്പ് കൊടി കാവിയായി മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ മതത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ ആരും ഭയപ്പെട്ടിട്ടില്ല. ഇവിടെ മതം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതവിശ്വാസികളാണ്.
ആ മതവിശ്വാസികൾക്ക് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. ഒരു മതവും മനുഷ്യനെ തെറ്റിലേക്ക് നയിച്ചിട്ടില്ല. ഒരു മതവും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ ഈ രാജ്യത്ത് കാണിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും വർഗീയ സംഘടനകളോ വർഗീയത കാണിക്കുന്നുവെങ്കിൽ ആ വർഗീയത മതത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതേണ്ടതില്ല. മതം ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചതല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തെറ്റായ ചിന്തയാണ്. കാരണം നിങ്ങളുടെ നിലപാട് ഇന്ത്യയിലെ മതവിശ്വാസികൾക്കിടയിൽ പറയാൻ കഴിയില്ല. കാരണം ആ നിലപാട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണല്ലോ. ആ മതത്തെ എതിർക്കുക തന്നെ വേണം. ഒരു മാർക്സിസ്റ്റ് തികഞ്ഞ മതവിരുദ്ധനായിരിക്കണം എന്ന നിലപാടാണല്ലോ. നിഷാദ്, എനിക്ക് ഇടപെടണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിവദാസന് സമയം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ബോധ്യവാദമായിരുന്നു ഇത്രയും കാലം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ കാവിക്കൊടിയിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ ഈ നിലപാടാണ് അപകടം. നിങ്ങൾ ഈ രാജ്യത്തെ 4 വോട്ടിന് വേണ്ടി, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പിണറായി വിജയൻ ഒരു പക്ഷേ ലൗലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കേസ് ഇനിയും മാറ്റിവെക്കാൻ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ടാകും. ആ ഭയപ്പെടുന്നതിന് വേണ്ടി BJPക്ക് നിങ്ങൾ വക്കാലത്ത് പിടിക്കരുത്. BJPക്ക് വക്കാലത്ത് പിടിക്കുന്ന ഈ ജോലിയാണ് ഇതുപോലെ അപകടകരമായ പ്രസ്താവനകളായി മാറുന്നത്. ഇത് തെറ്റാണ്. ഈ വർഗീയ പ്രചരണം നിർത്തണം. ഇത്തരം ഈ സമീപനം നിർത്തണമെന്നാണ് അദ്ദേഹം CPM-നോട് പറയുന്നത്. ആത്യന്തികമായി BJPക്ക്, ഞാൻ ശിവദാസൻ താങ്കളിലേക്ക് വരും, വന്നിട്ടേ നിർത്തൂ. ആത്യന്തികമായി BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സമവാക്യ രൂപീകരണം നടക്കുന്നുണ്ടോ ഇവിടെ? അതോ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന മതനിരപേക്ഷ കേരളം ഇതിനെ ചെറുക്കുമോ? ഹലോ, ഏറ്റവും പ്രധാനം തരുന്നത് നിഷാദെ, ഇന്ത്യയുടെ മോചനം ഹിന്ദുത്വത്തിലൂടെ എന്ന് പറയുന്ന ഏറ്റവും ആപൽക്കരമായ ഫാഷിസ്റ്റ് മുദ്രാവാക്യം രാജ്യത്ത് മുഴങ്ങുകയാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ സംഘടനയെ ബാൻ ചെയ്തു, നിരോധിച്ചു. അത് പലതായി പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ മോചനം ഹിന്ദുത്വത്തിലൂടെ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം രാജ്യം മുഴുവൻ ഭരിക്കുകയാണ്. അതൊരു ഭീകര സംഘടനയാണ് എന്ന ബോധം നമുക്കുണ്ടായിട്ടില്ല. അതൊരു വലിയ തകർക്കപ്പെടേണ്ട ഭീകര സംഘടനയാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നുക. അതിനെതിരായ പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇത്തരം ചില്ലറ വർത്തമാനങ്ങൾ പറഞ്ഞത്? ഒരുപക്ഷെ ആളുകളുടെ വർഗീയ വികാരം ഉണർത്തുന്ന രീതിയിൽ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്താണ്? ഇത് വളരെ ആപൽക്കരമായൊരു സന്ദർഭമല്ലേ? അതുകൊണ്ട് BJP അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാവാനല്ല കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കേണ്ടത്. അവർ വർഗീയത എന്ന് പറയുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെയും INL-നെയും കൂടെ നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ ഒക്കെ വിമർശിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രീതി സത്യത്തിൽ സ്വയം നിഷേധമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തത്വാധിഷ്ഠിത നിലപാടിനെതിരാണത്. അവർ തിരുത്തണം. അവരെ സമയപരിമിതികളാണ് ഡോക്ടർ ആസാദ്. ഞാനൊന്ന് ഇടപെടേണ്ടി വരുന്നത് ദയവായി താങ്കൾ ക്ഷമിക്കുക. ശിവദാസൻ, താങ്കൾക്ക് താങ്കളുടെ പോയിന്റ് പറഞ്ഞ വേഗം പൂർത്തിയാക്കാം. ഞാൻ ഇവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മതം 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 എന്ന് ആവർത്തിച്ച് പറയണ്ടായി. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയാ മതത്തിനെ വിമർശിക്കലാകുക? അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം എടുത്തിട്ടുണ്ടോ? മുസ്ലിങ്ങളാണ് പറഞ്ഞത്, ഞങ്ങളല്ല. താങ്കളാണ് മതമെന്ന് പറഞ്ഞത്, ഞങ്ങളല്ല. വിജയരാഘവനാണ് മതമെന്ന് പറഞ്ഞത്. വിജയരാഘവനാണ് മതമെന്ന് പറഞ്ഞത്, ഞങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കല്ലേ? വിജയരാഘവനാണ് മതമെന്ന് പറഞ്ഞത്. ഈ ചർച്ചയിൽ താങ്കളാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ്. രണ്ടത്താണി, അത് ശിവദാസന്റെ സമയം ഒന്ന് അനുവദിക്കും. രണ്ടത്താണിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മതത്തെ അല്ല മുസ്ലിം ലീഗിനെ വിമർശിച്ചത്. മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ മതത്തെ വിമർശിക്കുകയാണെന്ന് പറഞ്ഞ ഇവരുണ്ടല്ലോ, AP വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ തളിപ്പറമ്പിൽ കൊന്നിട്ടുള്ള കാസർഗോഡ് ആ റോഫ്, പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തെ അരുങ്കൊല ചെയ്തിട്ടുള്ള സംഘമല്ലേ ഇവരുടെ സംഘം. പിന്നെ ഞാൻ അദ്ദേഹം പറയുണ്ടായി പ്രകാശ് കാരാട്ടിന്റെ ലേഖനത്തെ കുറിച്ച്. പ്രകാശ് കാരാട്ടിന്റെ ലേഖനം അദ്ദേഹം വായിച്ചിട്ടില്ല. അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കുക. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ശിവദാസൻ, താങ്കൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടത്താണി
ശ്രീ ശിവദാസൻ താങ്കൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗിനെ വിമർശിച്ചപ്പോൾ മതത്തെ വിമർശിച്ചിട്ടില്ല, ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട് ഫാസിസത്തോട് മൃദു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. എൻ്റെ സമയം കഴിഞ്ഞു പോയി, ദയവായി താങ്കൾ ക്ഷമിക്കണം, എനിക്കിനി ഒരു സെക്കൻഡ് എടുക്കാനില്ല. നന്ദി ശ്രീ ശിവദാസൻ, ശ്രീ അബ്ദുറഹ്മാൻ ഞണ്ടത്താണി, ഡോക്ടർ ആസാദ്, ശ്രീ ടി എൻ പ്രതാപൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനുള്ള വേള.